ശ്രീരഞ്ജിത്ത്, ഒന്ന് കഴിഞ്ഞ 9 ദിവസങ്ങളായി കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും വളരെ സംഘടിതമായി BJPക്കെതിരെ വളരെ മോശമായ രീതിയിൽ BJPയെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടി BJPയെ കല്ലെറിയുന്നതിന് വേണ്ടിയുള്ള വലിയ സംഘടിതമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം? നമുക്കറിയാം, കഴിഞ്ഞ 25-ാം തീയതിയാണ് ഇവിടെ നമ്മുടെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ 2 കന്യാസ്ത്രീകളോട് കൂടെ 3 പെൺകുട്ടികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ നല്ല രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അവരിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പറയട്ടെ, ഞാൻ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ. അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് വെറുതെ അവരെ വന്ന് അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. കാരണം ടിക്കറ്റ് എക്സാമിനർമാർ അവിടെ വന്ന് ഈ കന്യാസ്ത്രീകളുടെ കൂടെയുള്ള ആ സമയത്ത് കന്യാസ്ത്രീകൾ അവിടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഈ 3 സ്ത്രീകളോട് ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അവരുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല. അവർ പറഞ്ഞു, ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലില്ല, കന്യാസ്ത്രീകളുടെ കയ്യിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. ആ സമയമാണ് ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ഇവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് പോകുന്നത്, ഞങ്ങളറിയില്ല എന്നാണ് അവർ പോലീസിനോട് സംസാരിച്ചിരിക്കുന്നത്. ആ സമയത്താണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്ത സമയത്ത് പറഞ്ഞു, ഞങ്ങളറിയില്ല, ഞങ്ങൾ ആഗ്രയിൽ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു സംസാരം അവിടെ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ പോലീസ് ചോദ്യം ചെയ്യുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതും. കാരണം നമുക്കറിയാം, ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനം മതപരിവർത്തന നിയമം അതിശക്തമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ്. BJP ഗവൺമെൻറ് ഒന്നുമല്ല അവിടെ മതപരിവർത്തന നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ സംസാരിച്ച സേനാപതി വേണുവിൻ്റെ പാർട്ടി തന്നെയാണ് അതിശക്തമായ രീതിയിൽ മതപരിവർത്തന നിയമം ഛത്തീസ്ഗഡ് നടപ്പിലാക്കിയത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ്. നമുക്കറിയാം, ഛത്തീസ്ഗഡിന്റെ പല മേഖലകളിലും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ PCC അധ്യക്ഷൻ ദീപക് ബൈജ് ജനം TVക്ക് തന്നെ അഭിമുഖം നൽകിയിരുന്നു. അവിടെ അതിശക്തമായ രീതിയിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരാം, ഞാനത് അതിലേക്കാണ് കിടക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് വളരെ ഇതിൽ ഇപ്പോൾ സംസാരിച്ച സമയത്താണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അവിടെ അതിശക്തമായ മതപരിവർത്തനം നടത്തിയാണ്. വനവാസി മേഖലകളിലെല്ലാം തന്നെ ഏകദേശം 80% ആളുകളും മതപരിവർത്തനത്തിന് ഇരയായി കഴിഞ്ഞു എന്നാണ് കണക്ക് പറയുന്നത്. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. BJP ഗവൺമെൻറ് ഇപ്പോൾ അതിലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതിന് പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ CPCC അധ്യക്ഷൻ തന്നെ പറയാൻ കാരണം അവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്ത സംഭവമാണ്. അതിനുശേഷം ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് എന്താ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, 3 ദിവസം കൊണ്ട് ജാമ്യം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് ജാമ്യം കിട്ടുക എന്നൊക്കെ കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞു. സത്യത്തിൽ ഈ കോടതിയുടെ മുമ്പിലും അതുപോലെ തന്നെ ജയിലിൻ്റെ മുമ്പിലും കേരളത്തിൽ നിന്നും പോയ കോൺഗ്രസിൻ്റെ MP-മാർ CPM-ൻ്റെ MP-മാർ അടക്കമുള്ള രാഷ്ട്രീയ നാടകങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കന്യാസ്ത്രീകൾക്ക് കിട്ടേണ്ട ജാമ്യം ഈ 9 ദിവസത്തിലേക്ക് കടക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആത്മാർത്ഥമായ നിലപാടാണ് കേരള BJP എടുത്തിരിക്കുന്നത്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമാൻ അനൂപ് ആന്റണിയെ, പാർട്ടിയുടെ സമാരാധ്യനെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം ബിലാസ്പൂരിലേക്ക് അയച്ചു. അവിടെയുള്ള ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ തയ്യാറായി. മാത്രമല്ല ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചു. ഇതിനനുകൂലമായ കാരണം ഇത്തരത്തിൽ മതപരിവർത്തനം നടത്താനാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അവരത്തരത്തിലുള്ള മതപരിവർത്തനത്തിനല്ല എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ അവരെ നീതിപൂർവ്വം വിട്ടയക്കണം, അല്ലെങ്കിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന BJPയുടെ നേതാക്കന്മാരാണ്. ക്രിസ്തീയ സഭകളുടെ അഭ്യർത്ഥന പ്രകാരമാണ് കേരളത്തിലെ BJP നേതൃത്വം ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദൗത്യം ആത്മാർത്ഥമായി സത്യസന്ധമായി നാടകം കളിക്കാതെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതാക്കൾ നടത്തിയ MP-മാർ നടത്തിയ നാടകമല്ല ഞങ്ങൾ നടത്തിയത്. ആത്മാർത്ഥമായി അവരെ കോടതിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് CPM-ഉം കോൺഗ്രസും പ്രചരിപ്പിക്കുന്നത് എന്താ? ജാമ്യത്തെ എതിർത്തു,
ഗവൺമെൻറ് ജാമ്യത്തെ പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തു എന്നാണ്. എവിടെയാണ് ജാമ്യത്തെ എതിർത്തിരിക്കുന്നത്? മാത്രമല്ല പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തിട്ടുമില്ല. മറ്റൊരു കാര്യം കൂടി ചെയ്തു. കാരണം കസ്റ്റഡിയിൽ ചോദിക്കാനുള്ള അധികാരമുണ്ട് പ്രോസിക്യൂഷന്, പക്ഷേ കസ്റ്റഡിയിൽ പോലും ചോദിക്കാൻ തയ്യാറായില്ല. ഇത്തരത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ 9 ദിവസത്തെ ഈ കള്ളപ്രചരണങ്ങളെല്ലാം തന്നെ ബസ്തർ ബിഷപ്പിന്റെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റോടുകൂടി പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും കള്ളപ്രചരണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന കള്ളപ്രചരണങ്ങൾ ബസ്തർ ബിഷപ്പിന്റെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റോട് കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞില്ലേ, ഈ ഛത്തീസ്ഗഡിൽ BJP ഞങ്ങളുമായി നല്ല ധാരണയിലാണ് പോകുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ പല പ്രോജക്റ്റുകളും NGO എന്ന രീതിയിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളോട് ഒരു വിവേചനവും ഛത്തീസ്ഗഡിലെ BJP ഗവൺമെൻറ് ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ പുറത്ത് കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന എന്താ? ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ വലിയ രീതിയിൽ അക്രമം നടക്കുന്നു, ക്രിസ്ത്യാനികളെ ഗവൺമെൻറ് ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ കേരളത്തിലെ ഈ ഇടത് വലത് മുന്നണികൾ ഈ BJPക്കെതിരെ നടത്തുന്ന ഈ കള്ളപ്രചരണങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണിത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്താ? കേക്കുമായി ഇനിയൊരു BJPക്കാരനും അതിലേക്ക് തിരികെ എത്താം.